ഗ്ലാസ് ഫുള്ള് പൊടിയാണ് നമുക്ക് കാണുന്നത്. ടയർ ഇരുന്നിരുന്ന് താഴെ ഉറച്ച് താഴെ പോച്ചയും കാര്യങ്ങളൊക്കെ കിളിച്ച് നിങ്ങൾക്ക് ഇതിൽ പായലും കാര്യവും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ ജാം ആയിട്ടുണ്ട്, തുരുമ്പിച്ചിട്ടുണ്ട്. ബാറ്ററി എല്ലാം അടിച്ചു പോയി, പിന്നെ പുതിയത് മേടിക്കണം. ഇതിപ്പോ ന്യൂട്രാണ്, പക്ഷെ വണ്ടി അങ്ങോട്ട് വീഴുന്നില്ല. കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ ഫാനിനും മറ്റേ അക്സറീസ് ഒന്നും പണിയില്ലെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും നമ്മുടെ സ്ഥലപ്പേര് വെക്കുന്ന ബോർഡും അതിനാണ് ഇവിടെ കിടക്കുന്നത്. നല്ല രീതിയിൽ സെക്യൂറും കാര്യമൊക്കെ വണ്ടിക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയുവാണെങ്കിൽ നമ്മൾ ആകപ്പാട് ബുദ്ധിമുട്ടിയിരിക്കുക. അവർ വേറെ ജോലി നോക്കുന്നു, കൂലിപ്പണിക്കൊക്കെ പോകുന്നുണ്ട്. ഹായ് ഗൈസ്, ആപ്പിൾ ആണ്. അപ്പം നമ്മുടെ ചാനലിൽ നിന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മൾ സാധാരണ എല്ലാ വീഡിയോയും നമ്മൾ ചില്ലായിട്ട് ചാടി നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മൾ കുറച്ച് സീരിയസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ കോവിഡൊക്കെ വന്ന് കേരളത്തിലെ വണ്ടി പ്രസ്ഥാനം എല്ലാം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. നമ്മുടെ ടൂറിസ്റ്റ് ബസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ പതുക്കെ ഒരു കര പറ്റി വരുന്നുണ്ട്. അത് നമ്മുടെ കല്യാണോട്ടോ കിട്ടി പല രീതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്നാലും ആരും നോക്കാത്തൊരു വിഭാഗമുണ്ട് ഗൈസ്, നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ. ആ വണ്ടികളൊക്കെ ഇവിടെ കിടന്ന് തുരുമ്പിച്ച്, അതുപോലെ തന്നെ വണ്ടിക്ക് ഒരുപാട് രീതിയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇവിടെ വെറുതെ പൊടി പിടിച്ച് കിടക്കുവാണ്. ഈ ഒരു വണ്ടിയൊക്കെ ഇനി നിരത്തിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ലക്ഷങ്ങളുടെ പണിയായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മളൊരു കൊച്ചു വ്ലോഗിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ പറയും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ അതൊന്നും പറയുന്നില്ല. നമ്മൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇവരുടെ അവസ്ഥ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. കാരണം ചോദിക്കുവാണെങ്കിൽ നമ്മൾ ബസ്സിനകത്ത് 2 ലേസറും അതുപോലെ ജേബിലും ഒക്കെ കൂടുതൽ വെക്കുവാണെങ്കിൽ അത് വാർത്തയാക്കി പണി തരാൻ ഇവിടുത്തെ ന്യൂസ് ചാനലൊക്കെ കാണും. പക്ഷേ ഇവർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒറ്റ ന്യൂസ് ചാനലും കാണത്തില്ല. നമ്മളെപ്പോലുള്ള വ്ളോഗേഴ്സ് മാത്രമേ അവിടെ കാണത്തുള്ളൂ. അപ്പോൾ ഇവരുടെ വണ്ടിക്ക് എന്തൊക്കെ പണിയാണ്, ഏതൊക്കെ രീതിയാണ് പോയേക്കുന്നത് എല്ലാം നിങ്ങളിലേക്ക് നമ്മൾ മാക്സിമം എത്തിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നന്ദനം കാളിയൻ എന്നൊരു പേരുണ്ട്. ആ ഒരു ഗ്ലാസ് ഫുള്ള് പൊടിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് കഴുകിയാൽ ആ പൊടിമയൊക്കെ മാറും. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടും കാര്യമൊക്കെ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുവാണ്. അത് നമുക്ക് സർവീസ് ചെയ്താൽ ആ ഒരു പണി ഫ്രണ്ടിൽ നിന്ന് കിട്ടും. പിന്നെ ഫ്രണ്ടിൽ കാര്യമായ ഒരു വലിയ വിഷയം നമ്മൾ കാണുന്നില്ല. പിന്നെ നമ്മൾ ഹെഡ് ലാമ്പ് നോക്കുവാണെങ്കിൽ അതിനകത്ത് ചെറിയ ഡാമേജ് ഉണ്ട്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും, അത് വേറെ വിഷയമൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഒന്ന് സർവീസ് ചെയ്താൽ വണ്ടിയുടെ ബാക്കി പ്രശ്നം മാറുന്ന രീതിയിലാണ് കാണുന്നത്. നമ്മൾ വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോഴാണ് ബാക്കി വിഷയം വരുന്നത്. അതായത് ടയർ, നമ്മുടെ ബാറ്ററി വണ്ടി ഇരുന്നിരുന്ന് ഇടയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വണ്ടി ഇരുന്നിരുന്ന് ബാറ്ററി അടിച്ചു പോയപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുന്നില്ല. അങ്ങനെ ടയർ ഇരുന്നിരുന്ന് താഴെ ഉറച്ച് താഴെ പോച്ചയും കാര്യങ്ങളൊക്കെ കിളിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ചെറിയ തുരുമ്പ് കാണുന്നുണ്ട്. അത് വലിയ വിഷയമില്ലെങ്കിലും ടയർ ഉറഞ്ഞെങ്കിൽ അത് കുറച്ച് പണി കിട്ടും. പിന്നെ സൈഡിൽ മെയിനായിട്ട് നമുക്ക് ഡോറ് കുറച്ച് ജാം ആയിട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പം നമ്മൾ സൈഡിൽ കാണുന്നില്ല. പിന്നെ നമ്മളുടെ സൈഡിലും ആ ഒരു ഗ്രാഫിക്സിൽ കുറച്ച് പൊടി കാണുന്നുണ്ട്. അത് നമ്മളൊന്ന് സർവീസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു വിഷയം മാറും. അപ്പോൾ സൈഡിൽ ഏറ്റവും വലിയ പണി നമ്മൾ പേടിക്കേണ്ടത് ആ ഒരു വീലാണ് നമുക്ക് പോച്ച പിടിച്ച് കിടക്കുന്നത്. പിന്നെ ആ ഡോറിൻ്റെ ചെറിയ ജാമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഗൈസ്. പിന്നെ ബസ്സിൻ്റെ പുറയിലെ ലൈറ്റിൻ്റെ കാര്യമാണ്. ലൈറ്റ് നമുക്ക് ബാറ്ററിയിൽ വർക്കിംഗ് ആണെങ്കിൽ നമ്മുടെ ഭാഗ്യം എന്ന് പറയാൻ സാധിക്കും. പിന്നെ ബാക്കും നമുക്ക് ചെറിയ രീതിയിൽ പായലും കാര്യവും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് സർവീസ് ചെയ്താലോ ബാക്കിൻ്റെ കാര്യം നമുക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റും. മെയിനായിട്ട് പണി വരുന്നത് അകത്താണ്, കാണിച്ചു തരാം. ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ചെറിയ രീതിയിൽ ജാം ആയിട്ടുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഈ ഒരു തുരുമ്പാണ്. അപ്പോൾ നമ്മൾ തുരുമ്പ് വണ്ടി നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ടിയുടെ വെളിയിലും ആ ഒരു ചെറിയ തുരുമ്പിൻ്റെ അംശം നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നന്ദനം ഹോളിഡേയ്സ് മുട്ട ഉള്ളതാണ്, അവരുടെ വണ്ടിയാണ്. നമുക്ക് അത് ഈ ഒരു ഗ്ലാസ് ഒക്കെ തുറന്നു നോക്കാം. നിങ്ങൾക്ക് ഇവിടെ തുരുമ്പ് പൊടിയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി സീറ്റ് ഫുള്ള് പൊടിയാണ്. എന്തായാലും നമുക്ക് തുടക്കം ഇരുന്ന് നോക്കാം. അപ്പം ഇവിടെ പൊടിയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ബസ്സോട് അത്രയ്ക്കൊരു ബന്ധമുണ്ട്. കാരണം നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്കൂൾ വിടുമ്പോഴത്തേക്ക് എല്ലാ എണ്ണം ഓടിച്ചാടിയായിരിക്കും ബസ്സിൽ കയറാൻ വരുന്നത്. അങ്ങനെ കയറി നമ്മളൊരു സീറ്റ് പിടിച്ചിരിക്കുവാണെങ്കിൽ ബാക്കിൽ നിന്ന് ഞോണ്ട് വരും, ചേട്ടാ എൻ്റെ ബാഗ് ഒന്ന് പിടിക്കാമോ. അങ്ങനെ 1, 2, 3, 5 ബാഗ് ഇങ്ങനെ പിടിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ബസ്സിൽ ഇരിക്കുന്നത്. അതുപോലെ വളവിലൊക്കെ നമ്മൾ കുലുക്കി നല്ലൊരു നൊസ്റ്റാൾജിയ അനുഭവമാണ്. അതുപോലെ നമ്മൾ കണ്ടക്ടർ ചേട്ടോട്ട് നല്ല കമ്പനി ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും. നമ്മളായിരിക്കും ഡോറൊക്കെ അടയ്ക്കുന്നത്. അങ്ങനെ ഒരുപാട് നല്ല വൈകാരിക ബന്ധം എനിക്ക് ബസ്സുമായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1.5 വർഷം ഞാൻ ഒരു ബസ്സിൽ കയറിയിട്ട്, അതായത് പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട്. അപ്പോൾ ഇവരുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെയും നമുക്ക് ഫുള്ള് തുരുമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സീറ്റിൻ്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കുവാണെങ്കിൽ ഈ ഒരു അവസ്ഥയാണ് സീറ്റ് കാണുന്നത്, ഫുള്ള് പൊടിമയമാണ്. ഈ വണ്ടിയുടെ ഷട്ടർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം തുരുമ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒന്നാമത്തെ മെയിൻ പണി. പിന്നെ ഗ്ലാസ് എല്ലാം ഒരു മഞ്ഞ കളർ പോലെ ആയിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ കാര്യമൊന്നും പറയേണ്ട, ചെറുതായിട്ട് ഇളകിയും തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ പൊടിയാണ്. അപ്പം നമ്മളൊക്കെ ഇവിടെ തുടച്ചിട്ടാണ് നമ്മൾ കയറി ഇരുന്നത്.
പിന്നെ നമ്മൾ മോളിൽ പിടിച്ച കമ്പിയും കാര്യമൊക്കെ അവിടെ പൂപ്പലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എവിടെ നോക്കിയാലും ഒരു തുരുമ്പിൻ്റെ മയമാണ്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു കൂടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം വണ്ടി നമ്മൾ മുഴുവൻ നോക്കുവാണെങ്കിൽ ഇവിടെ കിടന്ന് വണ്ടി പൊടി പിടിക്കുകയും പൂപ്പൽ പിടിക്കുകയും തുരുമ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ ബെല്ല് ഇവിടെ കിടപ്പുണ്ട്, അവിടെ നമുക്ക് തുരുമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമിലും ചെറിയ പണിയുണ്ട്, നമുക്ക് ചവിട്ടി നോക്കിയാൽ മനസ്സിലാവും. അതും മാറേണ്ടി വരുമല്ലോ. ഇപ്പം പ്ലാറ്റ്ഫോം മാറേണ്ടി വരുമോ? അത് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അല്ലാതെ ബാക്കറോണ്ടല്ലേ ഇവിടെ കിടക്ക് വരുന്നല്ലേ, കിടന്ന് ഇതായിപ്പോയി. പിന്നെ വണ്ടിയുടെ താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടെയും തുരുമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നട്ടെല്ലാം കിടന്ന് തുരുമ്പിച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ അരുണേട്ടനാണ്, നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവറാണ്, നന്ദനം ബസ്സിൻ്റെ ഡ്രൈവറാണ്. അപ്പം ചേട്ടാ, ഈ ഒരു ബസ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 1.5 കൊല്ലത്തിനടുത്തായി. 1.5 കൊല്ലത്തിനടുത്തായി. അപ്പം ഇവിടെ കാര്യമായി പണിയും കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്കോ ഒരു ഇതില്ല ഇരിക്കുന്നു ആണല്ലേ? അപ്പം ടൂറിസ്റ്റ് ബസ്സൊക്കെ ചെറുതായിട്ട് ഇപ്പോൾ ഓട്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓട്ടം വന്ന് ഇടയ്ക്ക് ഒന്ന് ഓടാൻ തുടങ്ങിയപ്പോഴത്തേന് വീണ്ടും ലോക്കായി. ഓക്കെ. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ കിടന്ന് വണ്ടിക്ക് പണിയും കാര്യമൊക്കെ വരത്തില്ലേ? പണിയുണ്ട്, മൊത്തം പണിയാണ്. ഇനി ഇറക്കണമെങ്കിൽ ഇനി കാശിനെ അതുപോലെ മുടക്കണം. നല്ല ഒരു 1-2 ലക്ഷം വരുമല്ലേ? അതുപോലെ കാശ് മുടക്കണം, എന്നാലേ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കാര്യങ്ങളെല്ലാം ടയറെല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് എല്ലാം ഇനിയിപ്പോൾ ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ബാറ്ററി മാറ്റി വണ്ടിയുടെ ബാറ്ററി എല്ലാം അടിച്ചു പോയപ്പോൾ ഇനി പുതിയത് മേടിക്കണം. ഓക്കെ, അവിടെ വരെ പണിയല്ലേ? അപ്പം എഞ്ചിൻ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ആക്കാറുണ്ടോ? ഇടയ്ക്ക് സ്റ്റാർട്ട് ആക്കുമായിരുന്നു, പിന്നെ അത് ബാറ്ററി അടിച്ചു പോയപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു ഇതിലില്ല. ഓക്കെ, അത് എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു ബെല്ലും കാര്യമൊക്കെ വരുന്നുണ്ട്, അത് വർക്കിംഗ് ആണോ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ബെല്ലിന് കാര്യമായ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ബെല്ല് വർക്കിംഗ് ആണ്. നിങ്ങളെ ഞാൻ ആ ശബ്ദം ഒന്ന് കാണിച്ചു തരാം, നോക്കാം. ബെല്ലിന് കാര്യമായ കുഴപ്പമൊന്നുമില്ല, അവിടെ നമുക്ക് ചെറിയ തുരുമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ ശബ്ദം ഞാൻ ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം മോനെ. ഗൈസ്, പിന്നെ ക്യാബിൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ കമ്പൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തുരുമ്പ് ഇവിടെ കാണുന്നുണ്ട്. അതായത് നമുക്ക് കയറി ഇരുന്ന് നോക്കാം. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഇരിക്കുവാണ്. ഇപ്പം ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എല്ലാവർക്കും ഒരു വികാരം, ഒരു വളയമായിരിക്കും. നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കറക്കി വളയ്ക്കുന്നത് കാണുമ്പോൾ നല്ല വികാരമായിരിക്കും. ഇത് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല, ഇവിടെ മുഴുവൻ പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നത്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിറച്ച് പൊടിയാണ്, നമുക്ക് താക്കോലിടുന്ന ഭാഗമൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്ലാസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, വൈപ്പറും കാര്യമൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ വർക്ക് ചെയ്ത ഭാഗ്യം നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതാണ് നമ്മുടെ എൻജിൻ ഭാഗം, അവിടെ നിറച്ച് പൊടിമയമാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഗിയർ ഒന്ന് ഇട്ട് നോക്കാം. നമ്മൾ ഇതിപ്പോൾ ന്യൂട്രലാണ്, പക്ഷേ വണ്ടി അങ്ങോട്ട് വീഴുന്നില്ല, കുറച്ച് ടൈറ്റാണ്. പറഞ്ഞില്ല, ഇരുന്നിരുന്നിന് വണ്ടിക്ക് കുറച്ച് പണി കിട്ടിയെന്ന്. അങ്ങനെ ഇത് ന്യൂട്രലായിട്ട് തന്നെ ഒരു ടൈറ്റ് ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ബ്രേക്കും കാര്യമൊക്കെ വലിയ ടൈറ്റ് വന്നില്ല, അപ്പോൾ അതൊന്നും ഉറച്ചിട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് ഫുള്ള് തുരുമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും ഒരു പൊടിമഴവും തുരുമ്പുമാണ് കാണുന്നത്. ഇത് ഇവരുടെ മാത്രം കുഴപ്പമല്ല, കേരളത്തിലുള്ള എല്ലാ പ്രൈവറ്റ് ബസ്സുകാരുടെയും ഒരു അവസ്ഥയാണ് ഈ കാണിക്കുന്നത് നിങ്ങളെ. ഇതിപ്പോൾ നമ്മൾ എൻജിൻ ബേ നോക്കുവാണെങ്കിൽ എൻജിൻ ബേയിലും നമുക്ക് കുറേ പൊടിയും കാര്യമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് തുരുമ്പിൻ്റെ അംശവും കാണുന്നുണ്ട്. ഇതിപ്പം നല്ലൊരു തുരുമ്പ് പണിയാണോ അതോ ഇറങ്ങണമെങ്കിൽ അതുപോലെ പണിയാണ് അല്ലേ? ഈ ഫാനും കാര്യമൊക്കെ അടിച്ചു പോയി കാണുന്നത്? ഫാൻ അതൊക്കെ നോക്കണം, സ്റ്റാർട്ട് ചെയ്ത് ആണ് ഇപ്പോൾ കുറച്ച് നാളായി. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാറ്ററി എല്ലാം അടിച്ചു പോയോണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. ഓക്കെ, ഇത് ഭാഗ്യം ഉണ്ടെങ്കിൽ ദൈവം സഹായിച്ച് നമുക്ക് ഫാനിനും മറ്റേ അക്സറീസൊന്നും പണിയില്ലെങ്കിൽ നമുക്ക് അത്രയും ചിലവ് വരത്തില്ല. അതെല്ലാം പണിയാണെങ്കിൽ നമുക്ക് അത്രയും ചിലവ് തന്നെ വരും. നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും നമ്മുടെ സ്ഥലപ്പേര് വയ്ക്കുന്ന ബോർഡും അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് തുരുമ്പോയാണ് കാണുന്നത്. ഇത് നമ്മുടെ ബാറ്ററി അല്ലേ? ഇത് ബാറ്ററിയുടെയാണ്, നമ്മൾ ബാറ്ററി ഊരി വിട്ടേക്കുവാണ്. ഇവിടാണ് ബാറ്ററി വരുന്നത്. ഇത് അടിച്ചു പോയെന്നാണ് പറയുന്നത്. ചേട്ടാ, നമുക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ വല്ലതും കിട്ടുന്നുണ്ടോ? ഇപ്പൊ ഇതിന്റെ നമുക്കറിയില്ല ഇതുവരെ ഒന്നും. അപ്പൊ നമുക്ക് വണ്ടി നമ്മൾ റെഡി ക്യാഷ് ആണോ അതോ ഇപ്പൊ EMI വല്ലതും കിടപ്പുണ്ടോ? CC കിടപ്പുണ്ടോ? ഉണ്ട്. അപ്പൊ അതിനെ വല്ല ആനുകൂല്യം വല്ലതും? അതിന്റെ എല്ലാം ടാക്സ് ഇൻഷുറൻസ് ഇപ്പൊ ഇപ്രാവശ്യം കുറച്ചിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മൾ ചില പ്രൈവറ്റ് ബസ്സുകാരൊക്കെ ഇപ്പൊ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്, വലിയ പ്രയോജനം ഇല്ലാത്ത രീതിയിലാണ് ഓടുന്നത്. ഓക്കെ, അപ്പൊ അതിനൊക്കെ കിടക്കുന്നതല്ലേ? ഡീസലിന്റെ വില കൂടി. ഓക്കെ, അതും ഒരു വലിയ കുഴപ്പമാണ്, ഡീസലിന്റെ വിലയും കൂടി, വണ്ടി ഓടുന്നുമില്ല. ഇപ്പം കസ്റ്റമേഴ്സിനൊക്കെ ആൾക്കാരൊക്കെ കയറാൻ പേടിയുണ്ടോ വണ്ടിയിൽ ഇപ്പം കോവിഡ് ആയതുകൊണ്ട്? ഇപ്പൊ വീണ്ടും കൂടി വരുന്നതുകൊണ്ട് ആളെ കുറവാണ്. ഓക്കെ, അവർക്കും ചെറിയ പേടി കാണും. അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടി ഇപ്പൊ ജസ്റ്റ് നിരത്ത് ഇറക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണ്ടി വരും? കുറച്ച് മുടക്കേണ്ടി വരും. ഇതിന്റെയും എല്ലാം അഴിച്ചു പണിഞ്ഞ് എല്ലാം കുറച്ച് മുടക്കേണ്ടി വരും. അങ്ങനെ വരുമല്ലോ. അപ്പൊ നമുക്ക് എഞ്ചിൻ ഭാഗം നമുക്കൊന്ന് ക്ലിയർ ആണോ അതോ? എഞ്ചിൻ ഭാഗമൊക്കെ നോക്കണം, ഇനി ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത്. ഓക്കെ, അപ്പൊ ലൈലാൻഡ് എഞ്ചിനാണ് നമുക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ ടയർ വിഷയമല്ലേ? ടയറെല്ലാം ഉടഞ്ഞല്ലേ? ഓക്കെ, ടയർ നമുക്ക് നല്ലപോലെ പോകും. പിന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഓക്കെ. അതിന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കണം. ഇപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ട് എത്ര നാളായി? ഇപ്പം കുറച്ചാളും കൂടി ഇങ്ങനെ കിടക്കുമല്ലേ, ബാറ്ററി എല്ലാം അടിച്ചു പോയി. എല്ലാ ബസ്സിനും ഈ അവസ്ഥയാണോ അതോ? എല്ലാം തന്നെ ഒരെണ്ണം ഉണ്ട് ബാറ്ററി ഇതായിട്ട് ഇരിക്കുന്നത്. നമുക്കത് ഓണാക്കി നോക്കാം.
അതായത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തമ്പരം ഹോളിഡേയ്സിലാണ്. ഇവർക്ക് 4 പ്രൈവറ്റ് ബസ് ഉണ്ട്, ഒരു 2 ടൂറിസ്റ്റ് ബസ്സും വരുന്നുണ്ട്. ഈ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കോവിഡ് തുടങ്ങിയ ടൈമിൽ എടുത്ത ബസ്സാണ്. അതായത് ഫസ്റ്റ് സ്റ്റാൻഡ് വണ്ടി ചേസ് എടുത്ത് പണിയിപ്പിച്ച വണ്ടിയാണ്. ഒരു ഓട്ടം പോലും ഓടാതെ ഇവിടെ കിടക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് വർക്കും കാര്യമൊക്കെ വണ്ടിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റും. കാരണം എല്ലാ സെറ്റ് വർക്ക് ചെയ്തൊരു വണ്ടി ഒരു ഓട്ടം പോലും ഓടാതെ ഇവിടെ 1.5 വർഷം കൊണ്ട് കിടക്കുവാണ്. അപ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ ഈ ഒരു വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട്, ബാറ്ററി ഉണ്ട്, നമുക്കത് സ്റ്റാർട്ടാക്കി നോക്കാം. ബാക്കി 3 വണ്ടിയും നമുക്കിപ്പം സ്റ്റാർട്ടാക്കാൻ നിർവാഹമില്ല, ബാറ്ററി അടിച്ചു പോയി. അപ്പോൾ ഇതും ഒരു പ്രൈവറ്റ് ബസ്സാണ്, ഒരു ഫസ്റ്റ് സ്റ്റാൻഡ് വണ്ടിയാണ്. നമുക്ക് സീറ്റും കാര്യമൊക്കെ കണ്ടാൽ അറിയാം, ചേച്ചെടുത്ത് പഠിപ്പിച്ചതാണ്. ഇവിടെ മൈക്കും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുള്ള വണ്ടിയാണ് ഇത് ലൈലാൻ്റെ വണ്ടിയാണ്. ഇവിടെ നമ്മുടെ മൈക്ക് സെറ്റിൻ്റെ കൺട്രോളും കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ 3 വണ്ടി അവിടെ കിടക്കുമെന്ന് പറഞ്ഞാലും ഈ ഒരു വണ്ടിയിൽ ഇപ്പം ബാറ്ററി കൊണ്ട് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടിയുടെ ക്യാബിൻ കണ്ടാൽ മനസ്സിലാവും ഇത് ഏത് ലെവലുള്ള വണ്ടിയാണ്. അപ്പോൾ ലൈലാൻ്റെ വണ്ടിയാണ്. ബാക്കി 3 വണ്ടി പണിയാണെങ്കിൽ ഇതിന് ബാറ്ററി ഉണ്ട്, നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പോൾ ലൈലാൻ്റെ വണ്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു വികാര ശബ്ദമാണ്. നിങ്ങളെ ശബ്ദം കേട്ടത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വണ്ടി ഒന്ന് റേസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ ശബ്ദവും കാര്യമൊക്കെ. നമുക്ക് വണ്ടി ഓഫാക്കിയേക്കാം. കൈസപ്പോൾ ഇതൊരു 40 സീറ്റ് വണ്ടിയാണ്. എല്ലാ സീറ്റും കണ്ട ഒരു വെൽ മെയിൻറ്റെയിൻസ്, നമ്മളെ ഹഗ് ചെയ്ത് പിടിക്കുന്ന പോലെ സീറ്റാണ്. കുഴപ്പമില്ലാത്ത നല്ല തൈ സപ്പോർട്ടും നല്ല ലെഗറും ഇവിടെ വരുന്നുണ്ട്. മുകളിൽ ബാഗ് വെക്കാനുള്ള ഫെസിലിറ്റിയും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ മുകളിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്നവർക്കും പിടിയും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വേണമെങ്കിൽ നമ്മുടെ ലോ ഫ്ലോർ KSRTC പോലൊരു വണ്ടി നമുക്കിതിനെ വിളിക്കാൻ സാധിക്കും. വെൽ നീറ്റ് വെൽ കംഫോർട്ടാണ് വണ്ടി ഓഫർ ചെയ്യുന്നത്. ഇവിടെ എമർജൻസി എക്സിസ്റ്റും ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെയും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട്. നിങ്ങളിവിടെ നോക്കിയാൽ 2020 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇവരുടെ തന്നെ വണ്ടിയാണ്. ഇവരുടെ വണ്ടിയുടെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കാൻ നമുക്ക് സാധിച്ചു. ഇളവോ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇളവ് കിട്ടി, അങ്ങനെ ഓടാൻ ഭാവിച്ചത്. ഓക്കെ, ഓടാൻ തുടങ്ങി. മറ്റ് ബസ്സുകൾ തുടങ്ങിയത് അത് നഷ്ടത്തിലായിരിക്കും അല്ലേ? അതും നഷ്ടത്തിലാണ് ഓടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ കണ്ടക്ടറും ഡ്രൈവർമാരൊക്കെ അവരുടെ കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ ആകെപ്പാട് ബുദ്ധിമുട്ടിയിരിക്കുക. ഓക്കെ, അവർ വേറെ ജോലി നോക്കുന്നു, കൂലിപ്പണിക്കൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അല്ലാതെ വേണേൽ കുടുംബം നോക്കാൻ പറ്റുമല്ലേ? അതെ. ഇവിടുത്തെ വണ്ടി എന്നത്തേക്ക് ഓടി തുടങ്ങാനാണ്? അതോ ഇപ്പം ഈ മാസം കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് പണിയും കാര്യമൊക്കെ എപ്പോഴത്തേക്ക് തുടങ്ങാനാണ്? ടാക്സ് എല്ലാം അടക്കണം. ജീഫോമിൽ കിടക്കുക. ജീഫോമിൽ കിടക്കുമല്ലേ? ഓക്കെ, വേറെ ടാക്സ് ഒക്കെ അടച്ചിട്ട് ഉടനെ പറഞ്ഞിട്ട് ഇരിക്കുവാണല്ലേ. അടുത്ത മാസത്തിൽ കിടന്നാലും കിടന്നു പോത്തേ ഉള്ളു. ഇപ്പം തന്നെ ഇത്രയും നഷ്ടങ്ങൾ. അപ്പം കിടന്നു കഴിഞ്ഞ് നഷ്ടമായാലും ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്ത മാസത്തേക്ക് അത് വലിയ ഇരട്ടി ചിലവായിരിക്കും അല്ലേ? അല്ലേ പിന്നെ ഇരട്ടി ചിലവ്. നമ്മൾ ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് ഇറക്കാനാണ്. ടൂറിസ്റ്റ് വണ്ടി ഓട്ടം ഇപ്പം തമിഴ്നാടൊന്നും പോകാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ അത് ജീഫോം വലിക്കുന്നില്ല. ഇല്ല ഗൈസ്. അപ്പം നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. കാരണം ചോദിച്ചാൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡ് വണ്ടി എടുത്ത് അന്ന് തന്നെ കോവിഡ് വന്ന് ഇത്രയും സെറ്റ് വർക്ക് ചെയ്തൊരു വണ്ടി ഒരു ഓട്ടം പോലും ഇല്ലാതെ ഇവിടെ കിടക്കുവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏതപ്പോൾ ഇത്ര നേരം നമ്മുടെ അരുൺ ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു അരുൺ ചേട്ടനെ നമ്മുടെ നന്ദനം ബസ്സിൻ്റെ മാത്രം കുഴപ്പമില്ല, ഇത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വണ്ടികളുടെയും ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ അവരെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ തന്നെ ലേസറും കാര്യമൊക്കെ കൂടുതൽ വെക്കുവാണെങ്കിൽ അത് ചിലപ്പോൾ ന്യൂസുകാർ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് പണി വാങ്ങിച്ച് തരും. പക്ഷേ ഇവരുടെ ബുദ്ധിമുട്ടുകളും കാര്യമൊന്നും അങ്ങനെ ആരും ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം കേരളത്തിലുള്ള എല്ലാം ഒരു വണ്ടിക്കാരുടെ ഒരു അവസ്ഥ ഇത് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പം അടുത്ത മാസം ഈ വണ്ടി ഓടാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്നാലും നല്ലപോലെ കയ്യിൽ നിന്ന് പൈസ പോട്ട്. കാരണം നിങ്ങൾ കണ്ടു വണ്ടികൾക്ക് എന്തോരം മെയിൻ്റെനൻസ് വേണ്ടി വരുമെന്നാണ്. അതുപോലെ നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വണ്ടി എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ ലോക്ക്ഡൗൺ വന്ന് ഒരു ഓട്ടം പോലും ഓടാത്തൊരു സെറ്റ് വർക്കുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പ്രൈവറ്റ് ബസ്സുകാർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റു വണ്ടികളുടെ വീഡിയോസ് കാണുന്നവരെ ഇറ്റ്സ് ആപ്പിൾ എലക്സ് സൈനിങ് ഔട്ട്. ബൈ.